കുട്ടികൾക്ക് മുലയൂട്ടുന്ന സമയം എങ്ങനെയാ മുല കൊടുക്കേണ്ടത്? ആദ്യമായിട്ട് ഉമ്മാക്ക് സുന്നത്തുള്ള ചില കാര്യങ്ങളിൽ പെട്ടതാണ് ഉമ്മാക്ക് വുളു ഉണ്ടായിരിക്കുക. ആദ്യം കൊടുക്കുന്ന മുലപ്പാല് അത് വലതുഭാഗത്തുനിന്നാകൽ അത് പ്രത്യേകം സുന്നത്താണ്. അതോടൊപ്പം തന്നെ ഇരുന്നു കൊണ്ടാവൽ സുന്നത്താണ്. ഓരോ തവണ മുലപ്പാല് കൊടുക്കുന്ന സമയത്തും ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ട് അവസാനിക്കുന്ന സമയത്ത് ഹംദലത്ത് കൊണ്ട് അവസാനിപ്പിക്കലും അതും പ്രത്യേകം സുന്നത്താണെന്ന് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പഠിപ്പിച്ചു. എത്ര ചെറിയ ആളോടാണെങ്കിലും നമുക്കറിയാത്ത കാര്യം ചോദിച്ചു പഠിക്കലും, നമുക്ക് എത്ര വലിയ പാണ്ഡിത്യമുണ്ടെങ്കിൽ നമ്മളിൽ വരുന്ന അപാകതകളെ ഒരാൾ തിരുത്തി തരുമ്പോൾ അതെത്ര നിസ്സാരക്കാരനാണെങ്കിലും എൻ്റെ തെറ്റ് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് സമ്മതിച്ചു കൊടുക്കുന്നിടത്താണ് നമ്മളിലെ വിനയത്തിൻ്റെ രൂപം വ്യക്തമാകുന്നത്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു ഹിജ്റ 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹാനാണ് ബഹുമാനപ്പെട്ടവർ. ആ അബൂ ഹനീഫ ഇമാം തങ്ങൾ ഒരു ഹജ്ജ് കർമ്മത്തിന് പങ്കെടുക്കുന്നു. ഹജ്ജിൽ നിന്നും ഉംറയിൽ നിന്നും തഹല്ലുലാകുന്നത് മുടി കളയണം. അതിന് ഹല്ലാഖിനെ അന്വേഷിച്ചു. ഹല്ലാഖ് എന്ന് പറഞ്ഞാൽ മുടി വെട്ടുന്ന ആള്, ബാർബർ ഷോപ്പ് നടത്തുന്ന ആള്. ആ ഹല്ലാഖിനെ അന്വേഷിച്ചു. ഒരാളവിടെ മുടി മുറിക്കുന്ന സാമഗ്രികളുമായി നിൽക്കുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, എത്രയാണ് മുടി വെട്ടാനുള്ള പണം? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇന്നി ഉരീദുൽ ഖിദ്മത ഫില്ലാഹ്, ഞാൻ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ഖിദ്മത്തായിട്ടാണ് അതിനെ ഉദ്ദേശിക്കുന്നത്. ഒരാൾ ഖിദ്മത്ത് ചെയ്യുമ്പോൾ, സേവനം ചെയ്യുമ്പോൾ അതിൻ്റെ കൂലി നിശ്ചയിക്കാനോ വില ചോദിക്കാനോ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അബൂ ഹനീഫ ഇമാം തങ്ങൾക്ക് ചോദിക്കേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. ഞെട്ടൂരിലെ ഈ ഗ്രാമപ്രദേശത്ത് 3 രാപ്പകലുകളിലായി SSFന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കലാവാസനകൾ ഈ നാടും ഇതിൻ്റെ പരിസരവും അനുഭവിച്ച് ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ചിരുന്ന ഒരുപാട് ആളുകൾ, വിശ്വാസികൾ, കൂട്ടുകാർ, സഹായികൾ, സഹകാരികൾ, ആരും എവിടെ നിന്ന് ലഭ്യമാകുന്ന പ്രതിഫലം ആഗ്രഹിച്ചിട്ടല്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മാത്രമാണ്. അതുപോലെ ഖിദ്മത്ത് ഉദ്ദേശിച്ചിരുന്ന ആ ഹല്ലാഖിനോട് പ്രതിഫലം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ വിഷമം തോന്നിപ്പോയി. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം തങ്ങൾ അദ്ദേഹത്തോട് ക്ഷമാപണം നടത്തിയിട്ട് മുടിമുറിക്കാനുള്ള മജ്ലിസിൽ ചെന്നിരുന്നു. ഇരിക്കുന്ന സമയത്ത് സ്ഥലകാലങ്ങളൊന്നും നോക്കിയില്ല. പക്ഷേ ഈ ഹല്ലാഖ് ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടേക്കാ തിരിഞ്ഞിരിക്കുന്നത്? മുടിമുറിക്കുന്ന സമയത്ത് ഇസ്തഖ്ബിലുൽ ഖിബ്ല, ഖിബ്ലക്ക് മുന്നിടൽ സുന്നത്തുണ്ടല്ലോ. ഈ സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരോട് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പഠിപ്പിച്ചു, കുട്ടികൾക്ക് മുലയൂട്ടുന്ന സമയം എങ്ങനെയാ മുല കൊടുക്കേണ്ടത്? ആദ്യമായിട്ട് ഉമ്മാക്ക് സുന്നത്തുള്ള ചില കാര്യങ്ങളിൽ പെട്ടതാണ് ഉമ്മാക്ക് വുളു ഉണ്ടായിരിക്കുക. ആദ്യം കൊടുക്കുന്ന മുലപ്പാല് അത് വലതുഭാഗത്തുനിന്നാകൽ അത് പ്രത്യേകം സുന്നത്താണ്. അതോടൊപ്പം തന്നെ ഇരുന്നു കൊണ്ടാവൽ സുന്നത്താണ്. ഓരോ തവണ മുലപ്പാല് കൊടുക്കുന്ന സമയത്തും ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ട് അവസാനിക്കുന്ന സമയത്ത് ഹംദലത്ത് കൊണ്ട് അവസാനിപ്പിക്കലും അതും പ്രത്യേകം സുന്നത്താണെന്ന് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പഠിപ്പിച്ചു. മുടിമുറിക്കുന്ന സമയത്തും ആ സുന്നത്തുണ്ട്. അതാണ് ഈ ഹല്ലാഖ് ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങളോട് പറഞ്ഞത്, നിങ്ങളെന്തേ ഖിബിലക്ക് തിരിഞ്ഞിരിക്കാത്തത്? മുടിമുറിക്കുന്ന സമയത്ത് ഖിബിലക്ക് തിരിഞ്ഞിരിക്കൽ സുന്നത്തല്ലേ? മഹാനായ അബൂ ഹനീഫ ഇമാം തങ്ങൾ അവിടെ നിന്ന് ആലോചിക്കുകയാണ്, എത്രത്തോളം ശിഷ്യന്മാരെനിക്കുണ്ട്, എത്രത്തോളം അനുയായികൾ എനിക്കുണ്ട്. ഞാൻ മറന്നുപോയ വളരെ സുന്നത്തായൊരു കാര്യം അത്രയും സിമ്പിളായിട്ട് എനിക്ക് പറഞ്ഞു തന്ന ആ പ്രിയപ്പെട്ട കൂട്ടുകാരനെ, ബാർബറിനെ ബഹുമാനപ്പെട്ടവർ ബഹുമാനിക്കുന്നു. മുടിമുറിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അധരങ്ങൾ അനങ്ങാതിരിക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, എന്തേ നിങ്ങളൊന്നും മിണ്ടാത്തത്? മുടിമുറിക്കുന്ന സമയത്ത് ഹജ്ജിൽ നിന്ന് ഉംറയിൽ നിന്ന് വിരമിക്കാൻ വേണ്ടിയുള്ള മുടിമുറിക്കുന്ന സമയം തക്ബീർ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുണ്ട്. ആ മുടിമുറിക്കാൻ വേണ്ടി തല കാണിച്ചു കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ടവർ തലയുടെ പിറകുവശം കാണിച്ചു കൊടുത്തു.
അപ്പോൾ ഹല്ലാഖ് പറഞ്ഞു, ദുർ അലാ യമീനിക്, പിറകുന്നല്ല തുടങ്ങേണ്ടത്, മുടി മുറിക്കുമ്പം വലതുഭാഗത്തുനിന്നാണ് തുടങ്ങേണ്ടത്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു ആരാണ്? മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, അന്നാസു കുല്ലുഹും അയാലും ഫിൽ ഫിഖ്ഹി. ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള പണ്ഡിതന്മാരും സാധാരണക്കാരും എല്ലാ ജനങ്ങളും ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്രത്തിന്റെ വിഷയത്തിൽ അബൂ ഹനീഫ ഇമാമ തങ്ങളുടെ പിന്മുറക്കാരാണ്. അത്രയും വലിയ പദവിയുള്ള അബൂ ഹനീഫ ഇമാമ തങ്ങൾ അവിടത്തോട് ഹല്ലാഖ്, അതായത് സാധാരണക്കാരനായ മുടിവെട്ടുകാരൻ പറഞ്ഞപ്പോൾ അത് തിരുത്താൻ കാണിച്ചിട്ടുള്ള ആ ശ്രേഷ്ഠതയും തിരുത്താൻ കാണിച്ചിട്ടുള്ള മഹത്വവും ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമ തങ്ങളെന്ന മഹാനവറുകൾ ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തരുന്ന മാതൃക എന്താണ്? എത്ര നിസാരനാണെങ്കിലും എത്ര ചെറിയ വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയിൽ നിന്ന് വല്ല അറിവും നമുക്ക് സമ്പാദിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ മാനിക്കണം, അവരെ നമ്മൾ ബഹുമാനിക്കണം. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അറിവ് അല്ലാഹുവിൻ്റെ ദീനിൻ്റെ തൂണാണല്ലോ. ആ അറിവനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമല്ലോ. ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാണോ? അല്ലാഹു തആല മുത്ത് റസൂലുള്ളാഹിനോട് ഖുർആനിൽ പറഞ്ഞല്ലോ. ഈ സാഹിത്യോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇങ്ങനെയുള്ള ഒരുപാട് ലക്ഷങ്ങൾ ചെലവഴിച്ചിട്ട് പലരിൽ നിന്നും പണം സ്വരൂപിച്ചിട്ട് നാടിൻ്റെ പല ദിക്കിലുള്ള കൂട്ടുകാരായ SSFന്റെ പ്രതിഭകളെ കൊണ്ടുവന്നിട്ട് അവർക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുള്ള ടാലന്റ് ഏത് വിഷയത്തിലാണോ അത് നമ്മുടെ മുന്നിൽ അവർ പ്രകടിപ്പിക്കുമ്പോൾ അവരിലൂടെ പുതിയ പുതിയ പ്രഭാഷകർ രൂപപ്പെടുന്നു, അവരിലൂടെ പുതിയ പുതിയ എഴുത്തുകാർ രൂപപ്പെടുന്നു. അങ്ങനെ ഈ സാഹിത്യോത്സവിൽ കേവലം ഒരു പാട്ടിൻ്റെയോ അതല്ലെങ്കിൽ കേവലം ഒരു ദഫിൻ്റെയോ വേദിയാകാതെ ഇതും ഒരു അറിവനുഭവത്തിൻ്റെ വേദിയായി മാറുമ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു, സാഹിത്യോത്സവിന് വേണ്ടി ഉത്സാഹിച്ചവരല്ലേ നമ്മൾ ഓരോരുത്തരും. ഈ നെട്ടൂരിലുള്ള മുസ്ലിം ജമാഅത്തിന്റെ കാരണവന്മാരും SYSന്റെ യുവജനങ്ങളും SSFന്റെ കൂട്ടുകാരും ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്തല്ലോ. നമുക്ക് അല്ലാഹു തആല തന്ന യുവത്വം, ഈ യൗവനം അല്ലാഹു തആല നാളെ എന്തിന് ചെലവഴിച്ചു എന്ന് ചോദിക്കുന്ന സമയത്ത് കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ദീനിന്റെ പ്രചാരണത്തിന് വേണ്ടി, അവിടുത്തെ സുന്നത്തിന്റെ ഹയാത്തിന് വേണ്ടി നമ്മുടെ ഓരോ സെക്കൻഡുകളും വിനിയോഗിച്ചാൽ, നമ്മളൊരു പണ്ഡിതനാണെങ്കിൽ, നമ്മളൊരു പഠിതാവാണെങ്കിൽ, മന്ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്റു ഫാഇലിഹി, നമ്മൾ പഠിച്ചൊരു കാര്യം മറ്റൊരാളിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നു. നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് മുൻസൊഫിലുള്ള ആളിൻ്റെ നിസ്കാരം എന്തോ ഒരു ബാത്തിലാകുന്ന എന്തോ ഒരു പ്രവർത്തനം കണ്ടു, അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനം നിസ്കാരം ബാത്തിലാകുന്ന കാര്യമാണെന്ന് കണ്ടാൽ അത് തിരുത്തി കൊടുക്കാനുള്ള ഇൽമ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുത്താൽ, നമ്മൾ പറഞ്ഞു കൊടുത്ത ഇൽമനുസരിച്ച് അദ്ദേഹം പിന്നീട് ആ അമല് ചെയ്യുകയും ചെയ്താൽ, അത് അദ്ദേഹം വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ, ഇവരെല്ലാം ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ പ്രതിഫലം അണമുറിയാതെ പറഞ്ഞു കൊടുത്ത വ്യക്തിക്കും അല്ലാഹു കൊടുക്കുമെന്നല്ലേ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്.